മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധരങ്ങളിലൂടെ അടർന്നു വീണ അനർഘമുത്തുകൾ മാനവകുലത്തിന് എക്കാലത്തും അമൂല്യങ്ങളാണ്. ആധുനിക സയൻസും ടെക്നോളജിയും പകച്ചു നിൽക്കുന്ന സങ്കീർണ സമസ്യകൾക്ക് പ്രവാചക പ്രബോധനങ്ങളും സർഗസന്ദേശങ്ങളും സായുജ്യ സാഗരമാണ്. അവിടുത്തെ മലർവാടിയിൽ പുഷ്പിച്ച ഒരു പിടി ദളപുടങ്ങളും കാലിക സമസ്യകളും ഉപദേശ നിർദ്ദേശങ്ങളും ചരിത്ര സത്യങ്ങളും വിജ്ഞാനമുത്തുകളും ഇതാ ഇവിടെ ശ്രുതിമീട്ടുന്നു. തഴവ അബ്ദുസ്സലാം മൗലവി രചിച്ച് തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് അൽ മവാഹിബുൽ മസിയ എന്ന സാരോപദേശ ബൈത്ത് സഹൃദയ സമക്ഷം സമർപ്പിക്കുന്നു. ഹംദ് പറയുന്നേ, സ്തുതി റബ്ബിന് നേരുന്നേ, നബിയുടെ മേൽ സ്വലാത്ത് സലാമുകൾ മുറിയാതെ വീശുന്നേ, അഹ്ലിൽ മൊത്തമേകുന്നേ. ചോപ്പ് നിറമുള്ള ശോഭ നിറഞ്ഞ് മണമുള്ള പനിനീർപ്പൂവ് റബ്ബവനുള്ള ശോഭയിൽ നിന്നുമുണ്ടാക്കി അമ്പിയ ഗന്ധമതിനാക്കി. ശോഭ റബ്ബിന്റെ കാണൽ ആശയാ നിന്റെ, എങ്കിൽ പൂവ് പനിനീർ നോക്ക് നുകരാൻ അമ്പിയാ ഗന്ധം, ഇതു മണത്താലതും ബന്ധം. ചോപ്പ് പനിനീര് വാസനിക്കാൻ തുനിഞ്ഞോര് എന്നുടെ മേൽ സ്വലാത്തും ചൊല്ലിയത് മണക്കേണ്ടതാണെന്ന് നബി തിരുമേനിയരുളുന്നു. ടേപ്പ് റെക്കോർഡിൽ നബിയുടെ പേര് കേട്ടെങ്കിൽ ഉടനെ നീ സ്വലാത്ത് സലാം ചൊല്ലൽ കൂലിയുണ്ടെന്നാ, ഒഴിയൽ തെറ്റുമില്ലെന്നാ. പറയലും സുന്ന മടക്കൽ വാജിബാണെന്ന കത്തിൽ കൂടി വന്ന സലാമിനും വിധി സുന്നത്താണെന്ന ഒരു നോട്ടീസിനില്ലെന്ന. 7, 8, 6 ഇതുപോലുണ്ട് എഴുതാറ്. വിസ്മിക്കിതു ബദൽ സാർവത്രികം ചിലരെഴുതി വെക്കുന്നു, അറിയതിനസുലുമുണ്ടെന്ന്. ഗർഭപാളികളിൽ അധിവസിക്കുന്ന നാളുകളിൽ ശിശുവിന് കേൾക്കുവാൻ കഴിയുന്ന കുഞ്ഞു മനുഷ്യനാണെങ്കിൽ കഴിവില്ലിതര ജീവികളിൽ. മുയല് പെറ്റാലും പെറ്റത് പൂച്ചയായാലും കുട്ടികളിൽ ഒരാഴ്ച കഴിഞ്ഞു മാത്രം കേൾവി വരവാകും, അതു റബ്ബിന്റെ വിധിയാകും. ശിശുമനുഷ്യരിലെ പ്രസവിക്കപ്പെടുന്നതിലെ 16 ആഴ്ച മുമ്പേ കേൾക്കുവാൻ തുടങ്ങുന്നതാണെന്ന് ശാസ്ത്രം വ്യക്തമാക്കുന്നു. വന്നു ഖുർആനിൽ കാതും കണ്ണ് പലറോളിൽ, കാതിന് റബ്ബ് മുൻഗണന കൊടുത്തിതു കണ്ടുകൊണ്ടാകാം ഖുർആൻ വൈരിയെ പോകാം. ജീവനാദ്യമിലെ വന്നിറങ്ങുന്നു നേത്രമിലെ, കണ്ണിൽ നിന്നു തന്നാ റൂഹ് പിരിയാറുള്ളതന്ത്യമിലെ, നാശം കണ്ണിനവലിലേ. പല്ല് സ്വർണത്തിൽ അനുവദനീയമാ കേട്ടൽ, പുരുഷൻ വെള്ളി മോതിരമൊന്നിലധികം വിരലിലണിയരുതേ, സ്വർണം തീരെയും അരുതേ. മൂക്ക് കുത്തല്ലേ സ്ത്രീകൾക്കത് ഹറാമല്ലേ, കുത്തിയ മൂക്കിലാഭരണം അണിഞ്ഞാൽ അത് ഹറാമല്ല, തുഹ്ഫയിലുണ്ട് ശക്കില്ല. ലളിത ചെലവാലേ
കല്യാണം നടന്നാലേ അതിലാണേറ്റവും ബറക്കത്ത് റബ്ബിറക്കുന്നതെന്നല്ലേ നബി തിരുതോഹ മൊഴിയല്ലേ. 10 രൂപയും 1 മണിക്കൂർ ടൈമായും നിങ്ങളെനിക്ക് തന്നാൽ മംഗളം നടത്താമേ കല്യാണം ഗാന്ധിജി വാക്കിതോർത്തോണം. ജോലി പോയെങ്കിൽ തിരികെ കിട്ടണം എങ്കിൽ 7 വ്രതം പിടിച്ചോരോ ദിനം നീയാ കബീറെന്ന് ചൊല്ലത് തിരികെ എത്തുന്നു. കൂണ് പലതുണ്ട് ഔഷധ ഗുണവും അതിനുണ്ട്. വാദം നേത്രരോഗം ക്യാൻസറിനും ശമനമതിലുണ്ട്. നബി മരുന്നെന്നിയത് പണ്ട്. വന്ന് പറയുന്നേ തിരുനബിയോട് സ്ത്രീയൊന്നേ മകളൊന്നുണ്ട് നെട്ടിയുണർന്നു പേടിക്കുന്ന പതിവാണേ ഓമ്പടി തേടിയോളാണേ. നീ വളർത്തണമേ പൂവൻ കോഴിയാകണമേ തലയിൽ പൂച്ചമന്നുടലൊക്കെയും വെളുപ്പുള്ളതാകണമേ രോഗം മാറുമോർക്കണമേ. പകരമായി കണ്ട പാതുകമോധരിക്കണ്ട പകരം തന്നെയാണെന്നുള്ളുറപ്പുണ്ടേലതും വിൽക്കാം വേറത് കൊണ്ട് വാങ്ങിക്കാം. സ്ത്രീ കടിഞ്ഞൂലിൽ ജന്മം നൽകി പെൺകുഞ്ഞിൽ എന്നാൽ അതു ബറക്കത്തുള്ള വിഷയം തന്നെയാണെന്ന് നബി തിരുമേനിയരുളുന്നു. വാക്കിയ സൂറ എന്നുമതോദിയാൽ ഖൈറ നബി അരുളുന്നു. വാക്കിയ ഓതി വന്നാൽ വിഷമസംഗതിയും വിട പറയുന്നു പട്ടിണിയും. അഹദ് സൂറത്ത് നീയുറങ്ങുന്ന നേരത്ത് മൂന്നോതുന്നതായാൽ അവിടെ കാവലിനായി വരുന്നുണ്ടേ അംലാക്കെന്ന് മൊഴിയുണ്ടേ. ഇൻകിലാബുണ്ട് സിന്ദാബാദ് കൂടുണ്ട് ലോകത്താദ്യമായി ഹസ്രത്ത് മോഹാനി മുഴക്കിയതാ മുദ്രാവാക്യ ഗീരീതാ. നീന്തണം അന്ത മടി പഠിക്കുന്നതിനെന്താ ജുഹ്ഫയിലുള്ള നദിയിൽ മുസ്തഫ നബി നീന്തി വന്നില്ലേ സഹബും പങ്കെടുത്തില്ലേ. മഹിള നാമങ്ങൾ ഖുർആൻ നോക്കതിൽ നിങ്ങൾ ഒന്നും ഇല്ലയെങ്കിൽ തന്നെയും 34 മറിയം നോക്കിയാലുണ്ട്. ദീന്റെ പാതയിലായി കാലിൽ പൊടി പിടിക്കുകയായി എന്നാൽ അവന് നരകത്തിന്റെ വാതിലുകൾ ഹറാമെന്ന പ്രവചിച്ചത് റസൂൽ തന്ന. നീ ധരിക്കുമ്പോൾ തുണി പോലുള്ളതാകുമ്പോൾ ഇടഭാഗത്തു നിന്ന് പിടിച്ചു വലഭാഗത്തു വെക്കണമേ പിന്നിടത്തോട്ടുടുക്കണമേ. വേണ്ട അജലത്ത് നല്ലത് തന്നെ സുറത്ത് സമയത്തിന്റെ ആദ്യം സംഭവിച്ചാലാണ് സുറത്ത് മുമ്പാണെങ്കിൽ അജലത്ത്. ദിക്ർ ഹൽക്കയിലും അതുപോലുള്ള മജ്ലിസിലും ഇടയിൽ കൂടി നീ നടക്കുന്നതദബിന് ഭംഗമാകില്ലേ ശ്രദ്ധിക്കാതിരിക്കല്ലേ. ആർത്തവം നിർത്താൻ ഗുളിക മരുന്നുകൾ തിന്നാൻ ഷറഹിന തൃപ്തിയില്ലെന്നാലും അവളുടെ സ്ത്രൈണത മാറാം മീശത്താടിയും കേറാം.
ഭാര്യയോതുന്ന് ഭർത്താവോ വിളിക്കുന്ന് ഖുർആൻ തന്നെയാണെന്നാലും അവളുടനുത്തരം ചെയ്യൽ പെണ്ണേ വാജിബാ നിന്നിൽ. വസ്ത്രമൊഴിവാക്ക് നെറിയാണിക്ക് താഴേക്ക് ഇല്ലേലില്ല തിരുനോട്ടം റഹീമാകുന്ന റബ്ബിൻ്റെ അമലും പൊളിയുമേ നിന്റെ. ഇടതു മാറ്റണമേ വലതു ചരിഞ്ഞുറങ്ങണമേ അതിനാൽ ഗാഢനിദ്ര പിടിച്ചുറക്കി മതിമറക്കില്ല ഉണരാൻ താമസിക്കില്ല. കുട്ടിയാണവനിൽ സ്വർണം ജായിസാണണിയൽ അപ്പോൾ ദുർവ്യയം ഒഴിവാക്ക് എന്നവൻ ബാലിഗാവുന്നേ അന്നു മുതൽ ഹറാം തന്നെ. വാടകക്കായി എന്തോ നീയെടുപ്പായി എന്നാലുടമയറിയാതെവിടെയും കൈമാറുവാനനിയാ തുനിയരുതേ അതോ ചതിയാ. വഴി നടക്കുമ്പോൾ മാർഗതടസ്സമുണ്ടപ്പോൾ ഉടനത് നീക്കിയാലീമാന്റെ കിരണം നിന്നിലലിയുന്നേ മാന്യനുമായി മാറുന്നേ. വഴിമുടക്കികളെ ഹർത്താലിന്റെ വാഹികളെ പൊതുജനദ്രോഹമെന്തൊരു കുറ്റമെന്നറിയില്ലടോ നിങ്ങൾ ശപിക്കുന്നവരെ നബി തങ്ങൾ. മദ്യപാനമിലായി മരണം പൂകി ഖബറിലുമായി പിന്നീടൊന്ന് മാന്തി ഖബറിനുള്ളിൽ വന്നു നോക്കിടുകിൽ കാണാം മുഖമെതിർ ദിശയിൽ. തൗബ ചെയ്യാതെ മരണം പൂകിയറിയാതെ അതിനാൽ കഅബയഭിമുഖമായി വച്ച മുഖം തിരിച്ചല്ലാ റബ്ബേ കാക്കണേ അല്ലാ. കരുതിയാൽ സഫറിൽ വ്യാഴം നല്ലതാ ദിനമിൽ ശനിയും തിങ്കളും നന്നാ സഫർ അതിരാവിലെ പോന്നി ചര്യയതാണ് തിരുമേനി. 3 യാത്രികരെ സഫറിനിറങ്ങി സോദരരെ സംസാരം ഹറാമാ 2 പേര് രഹസ്യമാക്കിടലും അവനറിയാത്ത ഭാഷയിലും. ഹസദ് വെക്കല്ലേ ഹമ്മിനടിമയാകല്ലേ വിണ്ണിൽ മണ്ണിലും വന്നാദ്യ ദോഷം ഹസദ് തന്നല്ലേ വിഷമെടുത്തിട്ട് തിന്നല്ലേ. ഫലക് സൂറയിലെ ഷെറ് നിരത്തി വന്നതിലെ അവസാനം പറഞ്ഞ വിപത്ത് നോക്കത് ഹസദ് തന്നല്ലേ ഗൗരവത്തിന്റെ മുഖമില്ലേ. പുതിയ വസ്ത്രങ്ങൾ അണിയാൻ നോക്ക് ദിവസങ്ങൾ ഞായർ ചൊവ്വ ശനി വസ്ത്രം ധരിക്കൽ ഹമ്മിനിടയാക്കാം അതിനിടകളൊഴിവാക്കാം. വിരലെടുക്കരുതേ അതിനാൽ പല്ല് തേക്കരുതേ ദന്തനിരക്ക് ക്ഷതമേൽക്കുന്നിനാമൽ പോയി മറഞ്ഞിടാം വായ് ദുർഗന്ധമായിടാം. നട്ടുമരമൊരുവൻ മരണം പൂകിയാലുമവൻ അത് നശിപ്പിക്കപ്പെടും വരെ പ്രതിഫലം ലഭിക്കുന്നതാണെന്ന് നബി തിരുമേനി അരുളുന്നു. കയ്യിലുണ്ടൊരു തൈ ഈന്തപ്പനയുടേതാ തൈ ഈ ലോകം നശിക്കാനുള്ളൊരുക്കവുമുണ്ട് എന്നാലും തൈ നടുകെന്ന് നബിയാലും. കവർന്നെടുത്താലും ഒരു ചാൻ ഭൂമിയായാലും 7ാം ഭൂമിയോളം അവൻ കുഴിക്കും നാളെ മഹ്ശറിലെ
ചാർത്തുമവന്റെ കണ്ഠമിലേ. ഹൈക്കലുണ്ടെങ്കിൽ കണ്ടാസിൽ കടന്നെങ്കിൽ നീ അതു മാറ്റണം. കൂടിൻ്റെ ഉള്ളിൽ ഭദ്രമാണെങ്കിൽ മാറ്റൽ വേണ്ടതും നിന്നിൽ. ഇൽമ പറയുന്ന സദസ്സിൽ വേണ്ടതാണെന്ന ആദ്യവും അന്ത്യവും പാരായണം ചെയ്യൽ കലാമുള്ള ഖൗലിദ് നവവിയോർക്കുള്ള. സുന്നത്താണെന്ന രോഗിയെ ചെന്നു കാണുന്ന അതു ദിനം വെള്ളിയേറ്റം നല്ലതാണ്. അധികം ഇരിക്കരുതേ, രോഗിയെ ശല്യമാക്കരുതേ. കണ്ണുകൾക്കിമ്പം മാനവ ബ്രെയിനിനും കമ്പം. ജല്ല ജലാല് നബിമാലാഖമാരെല്ലാവരും ബന്ധം. അത് തന്നാണ് സൗഗന്ധം. ഗർഭിണിയാണോ മാസം 3 തന്നാണോ സഫർജൽ നീ കഴിച്ചു തുടങ്ങിയാൽ അഴകുള്ള ശിശുവാകും, കുടലിന് ശുദ്ധിയുണ്ടാകും. നീയെടുത്താലും മണിക്കുന്തിരിയതിട്ടാലും ജലമിൽ പിന്നെടുത്ത് പിഴിഞ്ഞു നീ കുടിമറവി മാറുന്നേ. കഫറും ബുദ്ധി തെളിയുന്നേ. രോഗശയ്യയിലായി ചിലരുഴലുന്ന നാളുകളായി ദോഷം നീക്കി ശുദ്ധി വരുത്തിയുന്നത പദവി നൽകാനാ കിരീടമൊന്ന് ചാർത്താനാ. നോട്ടമേകിടുകിൽ ഹരിതക പുല്ലുമേടുകളിൽ കണ്ണിന് കാഴ്ച കൂടും. രാത്രിയിൽ നീ സുറുമയിട്ടാലും ഖിബിലയിലേക്കിരുന്നാലും. വ്യഭിചരിച്ചാലേ അയലത്തുള്ള പെണ്ണാലേ സ്ത്രീകൾ 10 പേരെ സിനാ നടത്തിയ കുറ്റമുണ്ടെന്ന താക്കീതേകി നബി തന്നാ. കട്ടെടുത്താലേ അയൽക്കാരൻ്റെതായാലേ മറ്റൊരു 10 വീട്ടിൽ നിന്നവൻ മോഷ്ടിച്ച ശിക്ഷയുമാ നബി താക്കീത് ചെയ്തതുമാ. നിന്റെ ജീവിതമിൽ ശബദം വേണ്ടി വന്നെങ്കിൽ സൃഷ്ടികളെ പിടിച്ചൊരു സത്യവും നീ ചെയ്തു പോകരുതേ. റബ്ബിനെ നീ മറക്കരുതേ. രാത്രി പലതുണ്ട്, പകലും വിവിധ തരമുണ്ട്. തിരുനബി ജാതരായൊരു രാത്രിയാണ് അഫ്ളലെന്നുണ്ട്, പകലിൽ അറഫയെന്നുണ്ട്. സ്വാലിഹീങ്ങളുടെ കബറവിടുണ്ട് നമ്മളുടെ. കബറും അതിനടുത്താകാൻ കൊതിക്കൽ നല്ലതാണെന്ന ബറക്കത്തെത്തുവാനെന്ന. ഉമർ റളിയല്ലാഹു തന്നെയടക്കുവാനുള്ള ഖബറിന് നബി അടങ്ങിയ റൗള പാർശ്വം വാങ്ങിവെച്ചില്ലേ, ബറക്കത്തെത്തുവാനല്ലേ. പുകവലിക്കല്ലേ, ലഹരിക്കടിമയാകല്ലേ. നബി തങ്ങൾ ഇവർക്ക് ശിപാർശ ചെയ്യാനായി മടിച്ചില്ലേ, തീരാ നഷ്ടമാകില്ലേ. സലിലമില്ലാതെ സ്വഹബ് വലഞ്ഞുവല്ലാതെ അപ്പോൾ പാത്രമൊന്നിൽ മുസ്തഫ നബി അങ്കുലി പാകി വെള്ളമൊലിച്ചതാ തൂകി. നീട്ടുകൈ 2 കൊതി ചുംബിക്കുവാനുണ്ട്. റൗള മുന്നിലെത്തിരി ഫായി ശൈഖ് കരഞ്ഞു തേടുന്നേ, നബി കരമന്നുദിക്കുന്നേ. കോഴിമുള്ളോട് ഔസ് പറഞ്ഞുറപ്പോട് നീ എഴുന്നേറ്റ് പോറബിന്റെ ഇസ്മാലുടനെ വിടുന്നേ, കൂകി കോഴി പോകുന്നേ.
നല്ലത് റൂമിലാണപ്പോൾ നമ്മുടെ മേനിയിൽ ലോഹങ്ങളും ഒഴിവാർക്ക് ഈർപ്പവുമാ പിന്നെല്ലാം തവക്കലുമാ ചൊല്ല് സുബ്ഹാന മയ്യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായിക മിൻ ഖീഫത്തിഹി എന്ന് പ്രതിവിധിയാ നമുക്കന്ന്. കണ്ടു നീ വണങ്ങൂ ബാപ്പയുടിഷ്ടനോടിണങ്ങൂ, അതിനാൽ നിന്റെ സ്വന്തം ബാപ്പയിൽ അല്ലാഹു ഗുണമേകും, നീ അതബുള്ള മകനാകും. കേശമൊന്നുണ്ട് നബിയുടേതാണുറപ്പുണ്ട്, നീ കാശ്മീരിലെ ബാൽ മസ്ജിദിൽ ചെന്നാലതവിടുണ്ട്, വിതരണം ചെയ്തു നബി പണ്ട്. ചുണ്ട് ചോക്കാനായി പലതും ഉണ്ട് വിപണിയിലായി, മുഴുവൻ യഹ്റുമു തന്നെന്ന് ദീനിൽ വന്നതാ പഠനം, ചെയ്താലുണ്ടടോ പതനം. മാളമൊന്നീന്ന് മുഅ്മിനീനേൽക്കുകില്ലെന്ന് കടിരണ്ടെന്ന് നബി അരുളുന്നു, അതിനാൽ വീണ്ടും അറിയാതെ തെറ്റിൽ ചെന്ന് ചാടാതെ. പൊന്ന് പുരുഷന് തിരുമൊഴിയാ ഹറാമെന്ന്, എന്നാൽ ഇന്ന് ശാസ്ത്രമതിന്റെ ദൂഷ്യവശങ്ങളെന്നൊന്ന് പുത്തരിയില്ല മുഅ്മിന്. താടിമീശകളും തുപ്പല് ചലമഴുക്കുകളും സുവനാരാമമിൽ കാണുന്നതല്ല, വിയർപ്പഷണ്ഠകളും പാടാനുണ്ട് തരുണികളും. തെറ്റ് നീ കണ്ട് തടയുടനതു കരം കൊണ്ട്, കഴിവില്ലെങ്കിലോ തടയേണ്ടതാ നീ നിന്റെ വാ കൊണ്ട്, അവസാനം മനം കൊണ്ട്. തെറ്റ് ചെയ്യലിലെ ഒഴിവില്ലാരുമീ ഭുവിലെ, എന്നാൽ പാപിയൊരുവൻ തൗബ ചെയ്താൽ കേമനവനെന്ന അവരിലുമുത്തമൻ തന്നാ. ശക്തിമാനാരാ കോപമൊതുക്കി നിന്നോരാ, അല്ലാതുള്ള ശക്തിയെടുത്ത് മല്ലനെ ആരെറിഞ്ഞാലും വിഫലമതെന്ന് നബിയാലും. ഉണ്ണുവാനായി കൃത്യനുമൊത്തിരിപ്പായി, എന്നാലില്ല മുതലാളിക്കഹന്തകളും അഹങ്കാരം, നബിയുടേതാണിതുപഹാരം. മുഖസ്തുതിക്കായി മുന്നിലൊരാള് വരവായി, എന്നാൽ മണ്ണ് വാരിയെടുത്തവന്റെ മുഖത്ത് തൂകെന്ന് നബി തിരുമേനി അരുളുന്ന്. വാഹ പറയുന്നേ ഒരുമിക്കുന്നതല്ലെന്നേ, ഒരു മുഅ്മിന്റെ ഹൃത്തിൽ ഹസദ് ഈമാൻ രണ്ടു കാര്യങ്ങൾ, ഹസദൊഴിവാക്കണേ നമ്മൾ. തീതവിക്കാതെ വീടിനകത്തുറങ്ങരുതേ, നിന്റെ വിരിപ്പ് തട്ടിക്കുടയുവാൻ മറക്കണ്ടുറങ്ങാനേ, നബി അതു ചെയ്തതാ താനേ. ഏറെ നാളായി വീട്ടിൽ നിന്നു വിടലായി, സൂചനയൊന്നുമില്ലാതോടി വീട്ടിൽ ചെന്നു കേറല്ലേ, ഉപദേശിച്ചു നബിയല്ലേ. വന്നിരുന്നൊരുവൻ പിന്നെ വരുന്നു മറ്റൊരുവൻ, സീറ്റിലിരുന്ന വ്യക്തിയെ മാറ്റി വന്നവൻ അവിടിരിക്കുന്നേ, നബി ഇതു തെറ്റിലെണ്ണുന്നേ. ഹസ്തദാനത്താൽ കൊഴിയും തെറ്റ് വേഗത്താൽ, അപ്പോൾ ഇരുവരും അസുറന്ന സൂറത്തോതതും സുന്ന, കൈതടകാതെ മുത്തെന്ന. മദ്യപാനമിലും
പുകവലിക്കുന്ന ശീലമിലും ചുറുചുറുക്കുള്ള കാലം ആര് ഹോമിക്കുന്നു മറവിയുടെ അടിമകളാവുമേ ഇവിടെ. ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രവും പറയാ ഇന്തോനേഷ്യയാണ്. ഏഷ്യയിൽ നൈജീരിയ വലുതാ, ആഫ്രിക്കയിലെയുമതാ. 4 കാര്യങ്ങൾ ഒരു പുതു പെണ്ണിലായി നിങ്ങൾ നോക്കുന്നൊന്ന് സൗന്ദര്യം, കുലം, ധനവും മതം. 4 മതമുള്ളോളതിൽ ചേലാ. എന്ത് സൗന്ദര്യം വിലയതിനില്ലതാ കാര്യം. ബെർണാഡ് ഷാ പറഞ്ഞൊരു 3 ദിവസം കൊണ്ട് സൗന്ദര്യം പോകുമതെന്ന് നിർവീര്യം. പണ്ട് പെണ്ണൊന്ന് ആസ്ട്രേലിയയിൽ ചെന്ന് അവളൊരു വിശ്വസുന്ദരി പട്ടമുള്ളവളായിരുന്നെന്ന് സോമർസെറ്റ് പറയുന്നു. അവിടെയുണ്ടെന്ന് പണ്ടിത് ചൂടിയോളൊന്ന്, അവളെ കാണുവാനീ സുന്ദരി കൊതിയോടെ ചെന്നേ, കണ്ടു ഭയന്നു പാഞ്ഞന്നേ. ലജ്ജയില്ലെങ്കിൽ അവനൊരു വിലയുമില്ലുലകിൽ, സ്ത്രീകൾക്കില്ല ഈ ഗുണമെങ്കിലോ വെറും ചാമ്പലാ വിലയിൽ കൊടുങ്ങണ്ടാരുമീ വലയിൽ. കുഞ്ഞു കുട്ടികളിൽ പൊട്ടുകൊടുത്തു നീ കവിളിൽ, വെറുമൊരു ഫാഷനല്ലീ പൊട്ട്, കണ്ണേറാണ് തടയുന്നേ, ദീനനുകൂലമാണെന്നേ. ചേരമാൻ പെരുമാൾ മക്കയിലേക്ക് പോയൊരു നാൾ, നബിയിൽ വിശ്വസിച്ച് തിരിച്ചു യാത്ര സലാലയിൽ വന്നേ, മരണം പൂകിയവിടുന്നേ. ചോദ്യമൊരുപാട് ചോദിക്കുന്ന നിലപാട്, ആരിലുമല്ല ഭൂഷണമെന്നറിഞ്ഞിരിക്കേണ്ടതാ പൊന്നേ, ഖുർആൻ സൂചന തന്നെ. മുത്ത് പൂമോനി അനുചര വൃന്ദമന്നാളി 13 ചോദ്യമെറിഞ്ഞതെന്നാ നോക്ക് ഹിസ്റ്ററിയിൽ ഗുണപാഠങ്ങളുണ്ടവരിൽ. നോർത്ത് നോക്കുന്ന യന്ത്രം ആരു തന്നെന്ന ഗുസ്താവ് ലിബോൻ പറയുന്നു. കാമ്പസ് മുസ്ലിമീങ്ങളുടെ സംഭാവനയുമാണിവിടെ. ജീൻ മാത്യൂസ് പറയുകയാണിതാ ന്യൂസ്, ബോംബും റൈഫിലും പീരങ്കി ആദ്യം മുസ്ലിമാ പടയിൽ ഉപയോഗിച്ചതെന്റെ അറിവിൽ. ഭിന്നസംഖ്യയത് മാറ്റി ദശാംശമാക്കിയത് മുസ്ലിം ശാസ്ത്രമാ ഘടികാരവും അവരാദ്യമുണ്ടാക്കി, യൂറോപ്പ് അത് നടപ്പാക്കി. സ്ത്രീ ഭരിക്കുന്ന വീടും നാട് പോക്കെന്ന ആടും ഇടയനും നശിച്ചെന്ന് നബി തിരുമേനി ഉരയായി, ഇന്നത് നോക്ക് വെളിവായി. ചൂലെടുത്താലേ മുറ്റം റൂം തൂത്താലേ, സോദരി നിന്റെ കൈ കഴുകാതെ ഭക്ഷണമുണ്ട് പോകരുതേ, ദൂഷ്യം ഉണ്ടതിൽ പലതേ. കുളി കഴിഞ്ഞാലേ തോർത്താനായി തുരിഞ്ഞാലേ, നമ്മളുടുത്തിരിക്കും മുണ്ട് കോന്തലയാലെ തോർത്തല്ലേ, സുനനിന്നെതിരി ചെയ്യല്ലേ. ആയുധം കൊണ്ട് കാട്ടരുതാങ്യമെന്നുണ്ട്, നാമറിയാതെ കയ്യിൽ നിന്ന് വഴുതി വിപത്തിനിടയുണ്ട്, ശൈത്വാൻ അതിന് കൂട്ടുണ്ട്. പച്ച കുത്തല്ലേ
മേനിയിലതു ഹറാമല്ലേ. എന്നാൽ ആടുമാടുകളെ തിരിച്ചറിയാനതും സുന്ന. അപ്പോൾ മുഖമൊഴിക്കെന്നാ കാര്യമില്ലാതെ ശുനകനെ നീ വളർത്തരുതേ. നീ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമതിനാൽ ചുരുങ്ങുന്നേ, നഷ്ടം ഭീമമാകുന്നേ. കോഴി കൂകുമ്പോൾ പരിയിറങ്ങുന്നതാണപ്പോൾ നമ്മുടെ പ്രാർത്ഥനക്കാ സമയമേറ്റം ഉത്തമം തന്നാ. ഉത്തരമെത്തുവാനെന്നാ കഴുതയമറുമ്പോൾ നായ കുരച്ചു കേൾക്കുമ്പോൾ റബ്ബിൻ കോപം അവിടെ ഇറങ്ങുവാൻ പോകുന്ന സൂചനയാ എന്ന് റസൂല് പറയുകയാ. കണ്ടു ദുസ്വപ്നം ചിലർ കാണുന്നു സൽസ്വപ്നം. കൂടുതലിഷ്ടമുള്ളവരോട് പറയാം നിന്റെ സൽസ്വപ്നം. എന്നാൽ വേണ്ട ദുസ്വപ്നം. തുക കൊടുത്താലും വില നീ നൽകിയെന്നാലും യാചക കൈകളിൽ നിന്നൊന്ന് പോലും വാങ്ങിയേ കരുതേ, ഉപയോഗിച്ചു പോകരുതേ. തൂക്കുമുറ്റങ്ങൾ കഴുകിയെടുക്ക് പാത്രങ്ങൾ, ഇവ രണ്ടും ഗൃഹത്തിനനുഗ്രഹം ചൊരിയുന്നുപഗ്രഹമാ. നബി സ്വല്ലല്ലാഹു വാക്യവുമാ. നീ തൊലിച്ചുള്ളി തൊലി നീ തീയിലും തള്ളി, എന്നാൽ ബുദ്ധിമുട്ടവിടുന്ന് മാറുകയില്ല എന്നല്ലേ നബിയുടെ വാമൊഴിയല്ലേ. തൂത്ത് കൂട്ടരുതേ, വീട്ടിൽ കൂട്ടിവെക്കരുതേ. ഇബ്ലീസ് മുട്ടയിട്ടതിലടയിരിക്കും, ഹമ്മിനിടയാക്കും, പട്ടിണി രോഗമുണ്ടാക്കും. വീട് തൂക്കരുതേ, സന്ധ്യ കഴിഞ്ഞു ചെയ്യരുതേ. നേരമിരുട്ടിയാൽ നീ കുട്ടിയെ പുറത്തേക്കിറക്കല്ലേ, ഷർവിലക്ക് വാങ്ങല്ലേ. ശീലത്തുന്നല്ലേ, മേനിയിലിട്ട് തൈക്കല്ലേ. ഇരുളിൽ ദീപമില്ലാതെ വിടയും നീ ചെന്നു കേറല്ലേ. ത്വാഹാ നബി മൊഴിഞ്ഞില്ലേ. നീ കുഴച്ചാലേ മണ്ണിൽ നിന്റെ കൈകാലേ, സങ്കുചിതത്വ ജീവിതമെത്തുമതിനാൽ നീ കളിക്കല്ലേ, ശിശുവിനെയും വിലക്കില്ലേ. എട്ടുകാലിവല തൂത്ത് തുടച്ചു നീക്ക് ബല. അത് കൂടുന്നതായാലും മുസീബത്തുണ്ട് കാലിലെ, മാത്രം അല്ല നമ്മളിലേ. പൊട്ടി കണ്ണാടി നോക്കല്ലേ അതിൽ കൂടി, ചുരിദാർ പാൻസ് നിക്കർ ഷൂസ് നീ ധരിക്കാനിരിക്കണമേ, സുന്നത്താണിതറിയണമേ. നീ തവിക്കരുതേ, ഊതി വിളക്കണക്കരുതേ. പൊട്ടിയ പേനയും ചീപ്പും സുഹൃത്തേ നീ ഒഴിക്കണമേ, തലയിൽ നിന്ന് കെട്ടണമേ. ചെടി നനയ്ക്കണമേ, അതിനെ പരിചരിക്കണമേ. നമ്മുടെ ലാളനക്കവ റബ്ബിനോട് ദുആയിരയ്ക്കുന്നേ, വലിയൊരു ഇബാദത്തും തന്നെ. നിന്നു ഈരരുതേ, മുടിവാർന്നാൽ മറക്കരുതേ. പേനീരിന്നെ നീ കൊല്ലാതെ വെളിയിൽ വിട്ടുപോകരുതേ, അക്രമമാണ് ചെയ്യരുതേ. ചൊല്ല് ലാ ഹൗല, ജീവിതമെപ്പോഴും സ്റ്റൈല, അതിൽ സന്ദേഹമില്ലതിനാലെ നിങ്ങൾ ചിട്ടതെറ്റരുതേ, അലസതയാലൊഴിക്കരുതേ. ഏറ്റവും വലിയ
പാരാവാരവും പറയാ പസവിക്കാണ് ശാന്തസമുദ്രമെന്നൊരു പേരുമുണ്ടതിന്, കൂടുതലാഴമാണതിന്. നീ പഴിക്കരുതേ, കാലങ്ങളെ ശപിക്കരുതേ, റബ്ബൊരുവൻ നിയന്ത്രിക്കുന്നതാണ് പ്രപഞ്ചഗോളങ്ങൾ, റബ്ബിൻ തീരുമാനങ്ങൾ. രോഗമായാലും പ്രായം കൂടി വന്നാലും രണ്ടെണ്ണം യുവത്വത്തോടെ നിൽക്കും, ഒന്ന് ധനദാഹം ദീർഘായുസ്സിനും മോഹം. നീ ധരിക്കല്ലേ, ഒരു ചെരിപ്പിട്ട് പോകല്ലേ, അല്ലേൽ രണ്ട് കാലും നഗ്നപാദവുമായി പോകാമേ, തിരുമൊഴിയാണിതോർക്കാമേ. ലജ്ജയുണ്ടായാൽ നന്മ വരുന്നതാണതിനാൽ അതു ഈമാന്റെ ഭാഗവുമെന്ന് തിരുതോഹാമൊഴിഞ്ഞില്ലേ, പരിശോധിച്ച് നോക്കില്ലേ. മുണ്ടനം മൂന്ന നീ മറക്കണ്ട പത് സുന്ന, നവശിശു ഹാജി ഇസ്ലാം സ്വീകരിച്ചവനും വടിക്കെന്ന, നവശിശുവിന്നതേഴിന്ന. മുണ്ടനം നന്നാ ചില സമയം അതും സുന്ന, തലമുടി കാരണം ആയാസമുണ്ടായാൽ വടിക്കെന്ന, സൂക്ഷ്മതയാലതും സുന്ന. പക്ഷിലക്ഷണവും അതുപോലുള്ള പ്രവചനവും ചോദിക്കുന്നതും പറയുന്നതും തെറ്റാ ഹറാമാണ്, അമലതിനാലെ പാഴാണ്. ഗണികനായാലും ജ്യോത്സ്യൻ തന്നെയായാലും നീ പോകുന്നതും അതു സത്യമായി കരുതുന്നതും പാപം, വരുമല്ലാ നബി കോപം. വിശ്വസിച്ചാലേ ജ്യോത്സ്യത്തിന്റെ പുലിവാലെ 40 ദിവസമുള്ള സ്വലാത്ത് സ്വീകരിക്കുന്നതേയല്ല, പറയുകയാണ് നബിയുള്ള. ശുനകനുണ്ടെങ്കിൽ വീട്ടിൽ ഫോട്ടോ വെച്ചെങ്കിൽ രണ്ടും റഹ്മത്തിന്റെ മലക്കുകൾക്ക് പ്രവേശനം തടയും, നബിമൊഴി കാണുവാൻ കഴിയും. കുട്ടിയാണായി പേര് മുഹമ്മദ് എന്നായി, എന്നുടെ പേര് ഹുബ് തബറുക്കാല, ബാപ്പയും മകനും സുവനമിലെന്ന് പൂമോനും. ഇൽമ് നേടാനായി ഒരുവനിറങ്ങി യാത്രയുമായി, ചേതനയുള്ളതും അല്ലാത്തതും അവനായിരക്കുന്നേ, സുവനമിലേക്കടുക്കുന്നേ. തന്റെ സ്നേഹിതരിൽ ഷൗക്കിൽ നോട്ടമേകിടുകിൽ, അതു നീ ഇഅ്തികാഫിരിക്കുന്നതിൽ അതിശ്രേഷ്ഠമാണെന്ന നബി തിരുമേനി അരുളുന്നു. മുഅ്ജിസത്തായി അമ്പിളി കീറി രണ്ടായി, കേരള രാജനൊന്നിതു കണ്ട് മക്കയിലേക്ക് സഫറായി, നബി സഹബിൽ ഒരാളായി. തോല് വിൽക്കല്ലേ, ഉളുഹിയത്തിലോർക്കില്ലേ, വിറ്റാലവന് ഉളുഹിയത്ത് ഇല്ലെന്നരുളി നബിയല്ലേ, കൊമ്പിലുമുള്ള വിധിയല്ലേ. നീ പിടിക്കുകയായി ഒരുവിനെ കത്തിക്കൊണ്ടറവായി, മറ്റൊന്നിനെ അറുക്കാൻ കത്തി ഇതു കഴുകേണ്ടതില്ലെന്നാ, കഴുകൽ നല്ലതാണെന്നാ. കുഫ്റിനേകലിലെ നിയമം ഇല്ല തീത്തയിലെ, ഉളുഹിയത്തിറച്ചി കൊടുക്കലും പാടില്ല നബിനാദം, തുഹ്ഫയിലുള്ളതാവാദം. നീ പിടിക്കുന്നേ
മൃഗമൊന്നിനെ അറുക്കുന്നേ. എന്നാൽ അറിവ് വേറൊരു ജീവിയും കാണാതെ നോക്കണമേ, നബിയുപദേശമോർക്കണമേ. നീയറക്കല്ലേ രാത്രിയിലോർത്ത് വെക്കില്ലേ, ഉരുവിനെ രാത്രിയിൽ അറുക്കൽ കറാഹത്തെന്നു വന്നില്ലേ, പകല് തെരഞ്ഞെടുക്കില്ലേ. മൃഗകഴുത്തുകളിൽ നീയൊഴിവാക്ക് മണികളിടൽ, മണിയുടെ കിണികിണി നാദം മലക്കിനസഹ്യമുണ്ടാക്കും, ശൈത്താൻ വീണവായിക്കും. കൊല്ല് പല്ലികളെ കൊല്ലരുതേ നീ തവളകളെ, നമ്രൂദിന്റെ തീയൂതുന്നു പല്ലി തവിച്ചു തവളകളെ, തീയിലിടല്ലേ ജീവികളെ. അളവ് തൂക്കത്താൽ വഞ്ചനയോടെ ജീവിച്ചാൽ അവനൊരു കള്ളനും നരകാഗ്നി വിറകും മാത്രമാണെന്ന് തിരുനബി ത്വാഹയരുളുന്നു. സ്വർഗവാസികളിൽ ചിലരോ മോഹമായി കൃഷിയിൽ, എന്നാൽ അതിനു ജല്ല ജലാലവൻ അനുവാദമേകുന്നേ, കൃഷിമല പോലെ വളരുന്നേ. ഏ പണക്കാരെ ദാരിദ്ര്യം നിറഞ്ഞോരേ, ധനവാനാടു പാവപ്പെട്ടവൻ കോഴി വളർത്തട്ടെ, തിരുമൊഴിയാണിതോർക്കട്ടെ. ചെയ്യ് തൊഴിലെന്ന അവനവനാലെ കഴിയുന്ന ഈ ഉപദേശമാമുൻ ചൊന്ന വരികളിലുള്ള സാരാംശം എത്ര സമഗ്ര നിർദ്ദേശം. ചെറിയ തൊഴിലുകളിൽ വൻകിട വേണ്ട നോട്ടമതിൽ, അവർ വാണിജ്യ മേഖലയിൽ ഉയർന്ന പ്രൊഡക്റ്റ് നിർമ്മിച്ചോ, നബിയുപദേശമോർമ്മിച്ചോ. ഗൾഫ് നോക്കൊന്നേ സൂപ്പർ ഹൈപ്പറാകുന്നേ, അതിനാൽ ചെറുകിടക്കാർ കെട്ടുകെട്ടി നാട്ടിലെത്തുന്നേ, നബിമൊഴി കാറ്റിലൂതുന്നേ. അനുവദിച്ചെങ്കിൽ വ്യാപാരം സുവർഗത്തിൽ, അവർ മണവസ്തു വസ്ത്രം രണ്ടിലും വ്യവസായവും ചെയ്യും, അവിടവർ ലാഭവും കൊയ്യും. മായയെ വിറ്റ് പണമുണ്ടാക്കലും തെറ്റ്, കള്ളും പ്രതിമ പന്നിശവം നജസ് നീ വിറ്റുപോകരുതേ, നബി പണ്ടേ വിലക്കിയതേ. വിറ്റഴിക്കാനേ തന്റെ ചരക്ക് തീർക്കാനേ ചില വ്യാപാരികൾ അറിയാതെ സത്യം ചെയ്തു പോകുന്നേ, ബറക്കത്തൊക്കെ നീങ്ങുന്നേ. കാരണം കൂടാതെ നീ തെരുവിൽ വന്നൂടാ, നാഥൻ ഏറ്റവും വെറുക്കുന്ന സ്ഥലമിൽ ഒന്ന് മാർക്കറ്റ്, അതിനാൽ നബിയെ പിൻപറ്റ്. ലഹരി ഔഷധികൾ, നജസ് കലർന്ന മെഡിസിനുകൾ, മദ്യം ചേർന്ന കൂട്ടുകളും മരുന്നായി തിന്നു പോയെങ്കിൽ കുറ്റം ഇല്ലതിൽ നിന്നിൽ. മതിര പാടില്ല ഇഹ്റാമു തന്നതും ചൊല്ല, മദ്യം മദ്യമായൊരു രോഗത്തിനും ശാന്തി നേരില്ല, അത് നജസാമരുന്നല്ല. ചകണമിൽ നിന്ന് ഗ്യാസുണ്ടാക്കലുണ്ടിന്ന്, നീ ശർവാനി എന്ന കിതാബെടുത്ത് മറിച്ചു നോക്കൊന്ന്, ഇളവുണ്ടെന്ന് പറയുന്നു. വഖഫ് സ്വത്തുക്കൾ വിൽക്കൽ ഇഹ്റാമു നമ്മൾ, വിറ്റില്ലെങ്കിലോ നശിക്കുന്നതാണെന്നാലതും വിൽക്കാം,
തുഹ്ഫയിലുണ്ടതും നോക്കാം. വായ്പ വാങ്ങിച്ചാൽ പണമതു പിന്നെ കൈവന്നാൽ ഉടനെ തിരികെ നൽകത് താമസിപ്പിക്കുന്നതും ഉൽമാ നബി തിരുമേനിയും ഫർമാ. കഥകടക്കാതെ പ്രിയരെ നാം ഉറങ്ങരുതേ, നല്ലതുപോലടച്ചെന്നാരു വന്ന് ഉറപ്പ് തന്നാലും കതകുകളടഞ്ഞു കണ്ടാലും അരികിലെത്തണമേ, അടിമുടിയാകെ നോക്കണമേ, അവയുടെ പൂട്ട് സാക്ഷ കൊളുത്ത് കുറ്റികളൊക്കെ നോക്കണമേ, എന്നിട്ടുറപ്പിലെത്തണമേ. കഥകടക്കണമേ, സാക്ഷ കൊളുത്തു നോക്കണമേ, നീയതു പിന്നിടാമെന്നോർത്തുകൊണ്ട് തിരിഞ്ഞു പോകരുതേ, മറവിക്കിടവരുത്തരുതേ. കാര്യമോ ശരിയാ, നമ്മൾക്കൊക്കെയും കളിയാ, എന്നാൽ മുസ്തഫ നബി നമ്മളോട് പരസ്യമാക്കിയതാ, ഗൗരവമുണ്ട് കൂടിയതാ. കഥകടച്ചിടുമേ, പൂട്ടൊഴിവാക്കി വന്നിടുമേ, ഇങ്ങനെ തവണകൾ വന്നമളി പറ്റി മറന്ന കാരണമാൽ ഓർമ്മ പുതുക്കുവാണിതിനാൽ. പുറമെ നിന്നവരായി കതക് തുറക്കുവാൻ വിളിയായി, എന്നാൽ അത് തുറന്നു കൊടുക്കുവാൻ എഴുന്നേറ്റ് പോകരുതേ, ആരെന്നുറപ്പു കിട്ടാതെ. ചൂട് കാരണമിൽ ചിലരുറങ്ങുന്നു ഗൃഹവെളിയിൽ, എന്നാൽ ചന്ദ്രബിംബം ഏറ്റമേനി നാറ്റമുണ്ടാക്കും, നിന്റെ വിയർപ്പിനുണ്ടാക്കും. നീണ്ടുറങ്ങരുതേ, മണിക്കൂറെട്ടിൽ കൂടരുതേ, നിദ്രയുടളവ് ദിനമിതിൽ കൂടിയാൽ പല രോഗമുണ്ടാകാം, മുതലിന് ഭംഗമുണ്ടാകാം. നിദ്രയണയാതെ നീയുറങ്ങാൻ കിടക്കരുതേ, മാത്രവുമല്ലുറങ്ങാൻ നീ തുനിഞ്ഞാൽ നഗ്നനാകരുതേ, ചര്യക്കെതിര് ചെയ്യരുതേ. മുടി കരിക്കരുതേ, നഖവും നീ കടിക്കരുതേ, പാരപ്പറ്റ് ഇല്ലാതുള്ള ടെറസിൽ നീ ഉറങ്ങരുതേ, നബി പണ്ടേ വിലക്കിയതേ. പുരട്ടല്ലേ, വഞ്ചനയാണ് ചെയ്യല്ലേ, നരമുടി ചായമിട്ട് കറുപ്പ് നിറമാക്കുന്നതും വേണ്ട, പിഴുതെറിയാനൊരുങ്ങണ്ട. നരപിടിക്കുമ്പോൾ മുടിമൈലാഞ്ചി പൂശപ്പോൾ നരകറുപ്പിക്കുവാൻ അനുവാദമുണ്ട് പടക്കളം തന്നിൽ, യുദ്ധം തന്ത്രമാ നിന്നിൽ. മരപിടിച്ചാലേ അതു കറുപ്പിച്ച് വെച്ചാലേ സ്ത്രീകൾ തന്നെയായാലും ഹറാമാണെന്ന് ഷെർവാനി 9 നോക്കാം നീ. നബി പറഞ്ഞെന്നേ, പിൽക്കാലത്ത് വരുമെന്നേ, മുടിയിലവർ കറുത്ത നിറം പിടിപ്പിക്കുന്ന കൗമാണ്, സുവനമവർക്ക് പാഴാണ്. ഉണ്ട് സ്ത്രീകളിലായി കൃത്രിമ മുടി ധരിച്ചവരായി, ശാപം അവളിലും അതു വെച്ചു നൽകുന്നവരിലും വന്നേ, നബി താക്കീതു ചെയ്യുന്നേ. തുപ്പിയെന്നാലും മൂക്കള നീ പിഴിഞ്ഞാലും, മൂത്രം കാഷ്ടമിവയിൽ വന്നു വീണാൽ പല്ല് മങ്ങുന്നേ, കേൾവി കുറഞ്ഞു പോകുന്നേ. ചെയ്തു പോകരുതേ, ചാരി വിസർജനം അരുതേ, നിന്റെ മുഖപ്രസന്നത നീങ്ങി മനമിൽ ദുഃഖമുണ്ടാകാം, വയറിന് വീക്കമുണ്ടാകാം. നിന്ന് പാത്തല്ലേ, ഉളുവും നിന്നെടുക്കല്ലേ,
രണ്ടുമിരുന്ന് ചെയ്യലിലുണ്ട് ഗുണമൊരുപാടതോർക്കില്ലേ മറവിക്കിടവരുത്തല്ലേ. തലമറച്ചാലേ നിസ്കരിക്കുന്ന വേളയിലെ നീ മറയ്ക്കാത്ത 70 റക്അത്തേക്കാൾ പുണ്യമുണ്ടെന്ന അഴകും നോക്കതിൽ തന്നാ. നിസ്കരിക്കുമ്പോൾ തലമുടി സ്ത്രീ അഴിക്കപ്പോൾ അതു കേട്ടാതിടൽ സുന്നത്തവൾ കേട്ടൽ കറാഹത്ത് അതിനും ഉണ്ടിബാദത്ത്. നെറ്റി തടകണ്ട നിസ്കാരത്തിലത് വേണ്ട എന്നാൽ നീ സലാം വീട്ടിക്കഴിഞ്ഞത് തടകലും നന്നാ തിരുനബി ചര്യയാണെന്നാ. ഇല്ല ഉള്ളു എങ്കിൽ നീ തുനിയണ്ട വിളി വാങ്കിൽ ഇടയില ശുദ്ധി വാങ്കിന് ഭംഗമില്ലൊഴിവാക്ക് സംസാരം ബാങ്ക് വിളിച്ചിടും നേരം. വിത്ർ നിസ്കരിച്ചാൽ വീട്ടിൽ വെച്ചു നിർവഹിച്ചാൽ വീടും മക്കളും കുടുംബങ്ങളും ബറക്കത്തിലാറാടും വ്യവസായത്തിലും കൂടും. ഒലുയെടുത്തെന്ന് സ്വപ്നം കണ്ടു നീയൊന്ന് എന്നാൽ നീ നിനച്ചത് താമസം കൂടാതെ കൈവരുമേ തഅ്ബീറൊന്ന് നോക്കാമേ. ദുആയിരന്നാലേ മുഖമിൽ തടക് കയ്യാലേ കൈതടകാതെ ചുംബിച്ചിട്ട് ചിലരത് ഫാഷനാക്കുന്നേ അതിനൊരു തെളിവുമില്ലെന്നേ. രണ്ടു കൈകൊണ്ട് നബി തടകുന്നതായി കണ്ട് എന്ന് പറഞ്ഞതു ഉമർ ഖത്താബ് എന്നോർക്കണേ പൊന്നേ നോക്ക് ബുജൈരമീലൊന്നേ. പള്ളിയുണ്ടായി പലരതിൽ ഭാഗഭാക്കായി അതിൽ പങ്കായവർക്കെല്ലാം ലഭിക്കും വീട് സ്വർഗമിലെ പ്രതിഫലമുണ്ട് ഭൂമിയേ. പള്ളി പലതുണ്ട് അടുത്തടുത്തായി നിലയുണ്ട് എന്നാലുള്ള പള്ളിയിലൊക്കെ ബാങ്ക് വിളിക്കലും സുന്ന വന്നു ഫതാവയിൽ തന്നാ. നോക്കബൂദാബി മതകാര്യങ്ങളൊരു ഹോബി അവിടൊരു ബാങ്ക് സീഡിയിലാക്കി സ്വിച്ച് റിലേ കൊടുക്കുന്നേ പള്ളികളിൽ മുഴങ്ങുന്നേ. ബാങ്ക് ഫോറീന ഇലക്ട്രോണിക് മോദീന ആ ബാങ്കിന്റെ ഫോട്ടോ സ്റ്റാറ്റ് മറ്റ് മസാജിദിൽ കേൾക്കാം മോദീൻ പോസ്റ്റ് മൊഴിവാക്കാം. മോടി പിടികൂടി അതിനാൽ വന്ന പരിപാടി ഇതു പാടില്ല ഫത്വ കൊടുത്തു പോയവരൊക്കെ വായാടി അതിനാൽ മതമുഖം വാടി. ശിശു പിറന്നുലകിൽ ബാങ്ക് വിളിക്ക് ചെവി വലതിൽ ഇടതിലി കാമത്തും ഹയ്യലയിൽ തിരിയണ്ടയവിടേക്കും ബാങ്കിനി ജാപത്തില്ലാർക്കും. മുസ്ലിമല്ലേലും ടേപ്പിൽ കൂടിയാണേലും ഇതു കേൾക്കുന്നതെന്നാൽ തന്നെയും ഫലമുള്ളതാണെന്ന കേൾക്കണമാദ്യമത് എന്നാ. നീ മറന്നാലും നിദ്രയിലായി ലയിച്ചാലും അപ്പോൾ നഷ്ടമായിട്ടുള്ള നിസ്കാരങ്ങളെല്ലാമേ കളയായി നിർവഹിക്കണമേ. വാഹിരി എന്ന് ഭൂമിയിലുണ്ട് കൗമൊന്ന് മനഃപൂർവം ഉപേക്ഷിച്ചാൽ പലാവീട്ടേണ്ടതില്ലെന്ന ചില പുതിയോർക്കുമതു തന്നാ. ശറയിലില്ലാതെ പറയുകയാണിതറിയാതെ ഇതു വിഡ്ഢിത്തമെന്നും നവവി തങ്ങൾ ഫത്വ നൽകുന്നേ മുസ്ലിം ശറഹ് നോക്കുന്നേ.
ആഴ്ചകളിൽ കുളിസുന്നത്തുമാശറഹിൽ സ്ത്രീ പുരുഷൻ വിവേചനമില്ലതിൽ. എന്നാൽ മുഅക്കദുമാ പുരുഷന്മാർക്ക് സ്നാനവുമാ. വിഷമസന്ധിയിലെ നിസ്കരിക്കാം മറാക്കിബിലെ, പിന്നതു നീ മടക്കി നമസ്കരിച്ചാൽ നല്ലതാണെന്ന തുഹ്ഫയിലുണ്ട് ജുസ് 1. നീ തശഹുദിലെ ഇല്ലല്ലാ പറഞ്ഞതിലെ ചൂണ്ടുവിരൽ ഉയർത്തി സലാം വരെയതുപോലെ വെക്കെന്ന, പിന്നതിലേക്ക് നോക്കെന്ന. അനുവദിച്ചാലേ കയറുന്നതിന് പള്ളിയിലെ, അന്യമതസ്ഥരിൽ അനുവാദമുണ്ട് തിരിച്ചുമതു തന്നെ അനുമതി വേണ്ടതാണെന്നാ. നവശിശുക്കൾക്ക് പേരിടുവാൻ തുനിഞ്ഞോർക്ക് അംബിയ മുർസലീങ്ങൾക്കുള്ള പേരനുവാദമുണ്ടെന്ന മക്രൂഹ മലക്കെന്ന. ആഹരിക്കാനായി നീ തുനിയുന്നതിൻ മുമ്പായി കരമിരു കുഴവരെ കഴുകൽ സുഹൃത്തെ സുനനിലെണ്ണുന്നേ, പട്ടിണി പടികടക്കുന്നേ. ചെമ്പ് പാത്രമിലെ മക്രൂഹുണ്ട് തിന്നലിലെ, ഈയം പൂശിയാൽ മക്രൂഹ് മാറും. ഓട്ട് പാത്രങ്ങൾ ആഹരിക്കണ്ടതിൽ നിങ്ങൾ. നിന്നു തിന്നരുതേ, പാനം ചെയ്തു പോകരുതേ, രണ്ടും നബി വിലക്കിയതാണ്. സംസം വെള്ളമായാലും നീ ഇരിയെവിടെയായാലും. ഇടതു കൈ കൊണ്ട് ഭക്ഷണമെന്നൊരാളുണ്ട്, നീ ഭുജി വലതു കൈ കൊണ്ടെന്നുരത്തി. റസൂല് തിന്നില്ല, കരമത് പിന്നുയർന്നില്ല. അരി തിളക്കുമ്പോൾ നീ വെളിച്ചെണ്ണയൊഴിയപ്പോൾ, എന്നാൽ അരി തിളച്ചു മറിഞ്ഞടുപ്പിൽ വീണു പോകാതെ കാക്കുന്നുണ്ടതൊഴുകാതെ. ഭരണി പഞ്ചാര കേറുമുറുമ്പതിൽ നേര, ഗ്രാമ്പൂ രണ്ടെടുത്ത ഭരണിയിൽ നാമിട്ട് സൂക്ഷിച്ചേ, ഹായ് ഉറുമ്പിന്നെ പറ്റിച്ചേ. അതിഥി വന്നൊന്നേ സന്ദർശിക്കുവാൻ നിന്നെ, സീറ്റവനൊന്ന് നൽകിറങ്ങുന്ന നേരം ചെല്ലുകേറ്റോളം നബിയുടേതാണ് വിളിയാളം. അതിഥികൾ വന്നേ വിഭവങ്ങൾ നിരത്തുന്നേ, എന്നാൽ ആതിഥേയൻ സ്വന്തമായി ഖിദ്മത്ത് ചെയ്താല പൂർണ്ണതയെന്ന് നബി ഖാല. സ്വന്തമായി നബി മാത്രവുമല്ല അസ്ഹാബി, അവരുടെ അതിഥികൾക്കെല്ലാം സ്വയം സേവകരുമായില്ലേ, ചരിതം നോക്കിയാലില്ലേ. പിന്തിക്കൽ സുന്ന നിസ്കാരത്തെ നീ എന്ന, അതിഥിയെ സൽക്കരിക്കാൻ വേണ്ടി ഇസ്ലാമിളവ് തന്നില്ലേ, പലയാക്കാതെ നോക്കില്ലേ. തിന്നു കൊണ്ടിരിയായി ഒരുവൻ നോക്കിയും നിലയായി, ഇത്തിരിയെങ്കിലും കൊടുത്തില്ല എങ്കിൽ നബി പറഞ്ഞില്ലേ, വരുമേ രോഗമെന്നല്ലേ. അരുളിയാതിഥ്യം പിന്നൊരു മധുരവും പഥ്യം, ഇല്ലെങ്കിൽ ഇശാ നിസ്കാരശേഷം വിതർ നിസ്കാരം നിർവഹിക്കാത്തതാസാരം. അതിഥി വന്നെന്ന് സ്വപ്നമൊരാള് കാണുന്നു, എന്നാൽ ആഗ്രഹത്തിലുടൻ ജനിക്കും കുട്ടി ആണൊന്ന് വ്യാഖ്യാനത്തിലുരയുന്നു. ആദ്യവും നടുവിൽ ബിസ്മി മറന്നു ഭക്ഷണമിൽ, എന്നാൽ ആഹരിച്ച
പഠിച്ചു കഴിഞ്ഞു സൂറത്തഹദ് ഓതാമേ, അങ്ങനെ പരിഹരിക്കാമേ. പശുവിറച്ചിയിലെ കേടുണ്ടെന്ന് വന്നാലേ കുരുമുളകിഞ്ചിയും സമം ചേർക്കതിൽ നീ പാചകക്കാരാ, വെറ്റിനറിയും തുണക്കാരാ. കിട്ടി മീനെന്ന് സ്വപ്നം കണ്ടു നീയൊന്ന്, എന്നാൽ കിട്ടണം പണം കള്ള് നീ കുടിച്ചെന്ന് കണ്ടാലേ ചെയ്യും തെറ്റ് പിന്നാലെ. അതിഥി വന്നൊന്ന് 3 ദിനം കഴിഞ്ഞിന്ന്, ഇനി മുതലുള്ളതെല്ലാം ദാനമാണ് വിരുന്ന് വന്നോനെ, താമസിക്കല്ല നീ തോനേ. തിന്നു പോകരുതേ, പാനം ചെയ്തു നോക്കരുതേ, നമ്മളിലുണ്ട് വലിയ ശുദ്ധിയെങ്കിലിതൊന്നുമാകരുതേ, ബറക്കത്തൊക്കെ നീക്കുമതേ. ആഹരിച്ചാലേ വീണാൽ ചിലത് സുപ്രയിലേ, അപ്പോൾ അവഗണിച്ചതു തള്ളിടാതെ എടുത്തു തിന്നണമേ, നബിയുടെ വാക്കിതോർക്കണമേ. പള്ളിയിൽ വന്നു പോകാൻ ധൃതി പിടിക്കുന്നു, ഈ ധൃതി കൊണ്ട് പട്ടിണി നിന്റെ ജീവിതകാലമിൽ വരുമേ, നബിയുടെ വാക്യമോർക്കണമേ. ചെലവ് നീ ചുരുക്കി നിന്റെ അഹ്ലിനെ നീ ഉരുക്കി, അതിനാൽ നിന്റെ മേലലിവില്ല നിന്റെ ജമാനനെന്നോർക്ക്, സങ്കുചിതത്വമൊഴിവാക്ക്. ചോറ് കളയരുതേ, വിളമ്പി നിലത്തു പൊഴിയരുതേ, നെന്മണിയൊന്നിനിറയോനേകി മേന്മ മഹത്വപൂരിതമാ, നബിയുടെ സ്വേദഗന്ധവുമാ. ഭദ്രരീതിയിലായി നബിയുടെ ഒളിവു മാധ്യമിലായി, അരിയുടെ അന്തരത്തിൽ മുത്തകത്തൊരു ചിപ്പിയാക്കിയതാ, പിന്നെ പൊട്ടിമാറിയതാ. പട്ടിണിയല്ല ഭയമതിലോ എനിക്കില്ല, സമ്പത്തേറി വന്ന് ഫസാദിലാകും നിങ്ങളോ എന്ന് നബിയരുളുന്ന് ഭയമെന്ന്. തേന് ഔഷധമാ ഖുർആൻ നോക്ക് വ്യക്തവുമാ, ശിശുവിന് ശോധനക്കും ഉദര രോഗത്തിനുമിത് നന്നാ, പേനും പോകുവാനെന്നാ. ഇബ്നു സീരീനെ പറയുകയാണ് നീ തേനെ, പാനം ചെയ്യുകിൽ മൂത്രം പിടിച്ചൊതുക്കാൻ കഴിഞ്ഞേക്കാം, അൽബറക്കത്തിലിതു നോക്കാം. ഫ്രഷ് ഇറച്ചിയിലെ തേനൊഴിച്ചിട്ട് വെച്ചാലേ മാസം 3 വരെ അതിനുള്ള പുതുമ നശിച്ചു പോകില്ല, തേച്ചാൽ വായനാറില്ല. അജുവയിൽ നിന്നും ഏഴാരോ ഭുജിച്ചെന്നും നബിയരുളുന്നു സിഹറും സുമ്മുമേൽക്കുകയില്ല മേനിയിലെ, വന്നു ബുഖാരി മുസ്ലിമിലെ. ചോര പാടില്ല, ആഹരിക്കാൻ വകുപ്പില്ല, രക്തം തന്നെയാ കരളെങ്കിലും കഴിക്കൽ ജവാസെന്ന് തിരുനബി ത്വാഹയരുളുന്ന്. ഞണ്ട് തിന്നല്ലേ മക്റൂഹാണറിഞ്ഞില്ലേ, എന്നാൽ അവജലത്തിൽ മാത്രമാ വസിപ്പെന്ന് കണ്ടെങ്കിൽ അനുവദനീയമാ തിന്നൽ. മുയലുടുമ്പിനെയും തിന്നാം കാട്ടുകഴുതേയും, കക്കാരച്ചിമാനും സ്രാവ് കുതിര പ്രാവിനേം തിന്നാം, കാട്ടിലെ പശുവിനേം തിന്നാം. നിസ്വനാകുമ്പോൾ ലുബ്ധനുമായി മാറുമ്പോൾ നീ ചെയ്യുന്ന ധർമ്മം പ്രതിഫലം കൂട്ടുന്ന ഒന്നാണ്,
നബി തിരുമേനി കൗലാണ്. ലളിത നോമ്പെന്താ നബി പറയുന്നു നോക്കന്താ, നീ ഒഴിവാക്കല പാനീയവും അതുപോലെ ഭക്ഷണവും, കുറവാണതിനു പ്രതിഫലവും. വ്യാജമൊഴിവാക്ക്, വാക്ക് പ്രവൃത്തിയിൽ നോക്ക്, അല്ലാതുള്ള പട്ടിണി നോമ്പുകാരാ വേണ്ട റബ്ബിന് നബി താക്കീതു ചെയ്യുന്നു. വാതിലെട്ടുണ്ട് സ്വർഗത്തോപ്പിനെന്നുണ്ട്, നോമ്പ് പിടിച്ചവർക്കതിലൊന്ന് റബ്ബ് റിസർവ് ചെയ്തതുമാ, റയ്യാനെന്ന് നാമവുമാ. വായ് നിറഞ്ഞാലും തുപ്പലിറക്കിയെന്നാലും നജസതിലുറപ്പ് നിനക്ക് വന്നാൽ നോമ്പ് മുറിയില്ല, തുപ്പണമെന്ന് വിധിയില്ല. നോമ്പതോർക്കാതെ തിന്ന് കുടിച്ചു അറിയാതെ, എന്നാൽ നോമ്പിനൊരു തകരാറുമില്ല. അല്ലാഹു തന്നന്നം അത് സ്വർഗീയ ഉൽപ്പന്നം. ഉപ്പ് നോക്കലിലും മധുരം ടെസ്റ്റ് ചെയ്യലിലും തുപ്പിക്കളയലോടെ കറാഹത്തുണ്ടെന്നോർമ്മയുണ്ടല്ലോ, നല്ലതൊഴിക്കലാണല്ലോ. ഷഹ്റു റമളാനിൽ നീ ബറക്കത്ത് മോഹമതിൽ, കല്യാണം കഴിക്കാനാഗ്രഹിച്ചാൽ ഖൈറ് കൂടുന്നേ, തിരുനബി ത്വാഹയരുളുന്നേ. നോമ്പ് സീസണിലെ മരണം സംഭവിച്ചാലേ വാസന വസ്തുമയ്യത്തിന്റെ കഫനിൽ പൂശലും സുന്ന, നോമ്പുള്ളവരൊഴിക്കുന്ന സുന്നത്താണാണിൽ ഒന്നിൽ കൂടുതൽ ഹജ്ജിൽ, സ്ത്രീകൾ ഒന്നിലധികം ഹജ്ജ് ചെയ്യൽ സുന്നത്തില്ലെന്നാ, വീട്ടിൽ തന്നെ ഹജ്ജെന്നാ. മീൻ മരിക്കാതെ നാം അതിനെ പൊരിക്കരുതേ, തൊലിയുരിയുന്നതും അറക്കുന്നതും മക്റൂഹ് തന്നെന്ന, വലുതറുക്കുന്നതും സുന്ന. ദാനമേഖലിലും പുണ്യമതുണ്ട് ചെയ്യലിലും, നിൻ സ്വാധീനമുപയോഗിച്ചൊരുത്തനെ ഹെൽപ്പ് ചെയ്യാമോ, ശ്രേഷ്ഠതയാണിതറിയാമോ. അന്യസമ്പത്തിൽ മോഹം വന്നുപോയെങ്കിൽ നിന്റെ ധനത്തിലുള്ള ഐശ്വര്യമൊക്കെ മറഞ്ഞു പോകുന്നേ, ബറക്കത്തൊക്കെ മങ്ങുന്നേ. വന്നു പോയെങ്കിൽ തെറ്റോ കുറ്റമോ നമ്മിൽ, ഉടനടി ദാനമൊന്ന് കൊടുത്തു പോയാൽ അത് പൊറുക്കുന്നേ, തിരുനബി ത്വാഹയരുളുന്നേ. ഇരുസുഹൃത്തുക്കൾ മുറിയലുമായി ബന്ധങ്ങൾ, എന്നാൽ അവരെ യോജിപ്പിക്കുവാനിറങ്ങിത്തിരിക്കാമോ, പുണ്യം കൊയ്തെടുക്കാമോ. നീ പണക്കാരിൽ നോക്കരുതേ ഫക്കീറുകളിൽ, നോക്കുന്നെങ്കിൽ ഈ നിഅ്മത്തിനെല്ലാം നന്ദിയുണ്ടാകും, അലിവിറയോനുമുണ്ടാകും. നിന്റെ കൈവശമിൽ ഉള്ളത് നീ തടഞ്ഞുലകിൽ, റബ്ബവനുള്ളതും തടയുന്നതാ, തീരുന്നതാ നിന്റെ, തീരുന്നില്ല റബ്ബിന്റെ. അന്യ സോദരരിൽ ആരോ ചെന്നു സേവനമിൽ, ഉന്നതി കൈവരിക്കും കൂട്ടരിവരാ രണ്ട് ലോകത്തും, കൽബിലവർക്ക് റാഹത്തും. നൽകനാഥകളിൽ അലിവും കരുണയും ഉലകിൽ, റബ്ബദിനാഖിറത്തിൽ സ്വർഗവും ഇഹലോക നന്മകളും നൽകും മറ്റ് പദവികളും.
പൊതുജനങ്ങൾക്കായി കിണറാരോ കുഴിക്കുകയായി. ആരതിൽ നിന്നു പാനം ചെയ്തു അവരുടെ രോമമെണ്ണമിലെ ഫലമവനുണ്ട് ഭാവിയിലേ. അവധി നൽകാമോ, മുഴുവൻ ഇളവ് നൽകാമോ? കടമുള്ളൊരുവനോടിത് രണ്ടിലൊന്നിൽ ആരു ചെയ്യുകിലും തണലവനുണ്ട് മഹ്ശറിലും. പലിശ വാങ്ങല്ലേ, വൻദോഷത്തിലതുമില്ലേ. ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ പലിശ കാരണമാ, അമലുകളൊക്കെ നിഷ്ഫലമാ. നിഅമത്തുണ്ടായി ഒരുവൻ തേടി വരവായി, അവനതിൽ നിന്നു നൽകാൻ നീ മടിച്ചാൽ നീങ്ങുമെന്നല്ലേ നിഅമത്തെന്ന് നബിയല്ലേ. ദാനമേകുന്നേ ചിലരതു തിരികെ വാങ്ങുന്നേ, ചിലരോ മന്നതാ കൊണ്ടാണലോസരം ഛർദി തിന്നണ്ട എന്നാ തിരുമൊഴി മണ്ട. ലുബ്ധനാകാതെ ദാനം നൽകു മുറിയാതെ, നമ്മുടെ പൂർവ സമുദായം പിശുക്കാൽ നാശമായില്ലേ ഉപദേശിച്ച് നബിയല്ലേ. ഭാവി നന്മക്കായി പാടുപെടുന്നു മക്കൾക്കായി, എന്നാൽ ഈ പിതാവിറയോന്റെ വഴിയിൽ ത്യാഗിയാണെന്ന് തിരുനബി ത്വാഹയരുളുന്നു. സ്വർണ്ണ കൂമ്പാരം ഒരുവന് കിട്ടിയ നേരം രണ്ടിനു മോഹമാകും, നേടിയാൽ കൊതി മൂന്നിലേക്കാകും, മരണം വരെയതുണ്ടാകും. തവ സുഹൃത്തിന്റെ മോറൽ നോക്കിയാ നിന്റെ ധാർമ്മികതാ ഗുണം അളക്കുന്നതതിനാൽ കൂട്ടുകെട്ടുമ്പോൾ സാത്വികരെ വരിക്കപ്പോൾ. ഓർമ്മയാകുന്നേ റബ്ബിനെ ഒരുവനാലിന്നേ, എന്നാലാ മനുഷ്യൻ നിങ്ങളിൽ അത്യുത്തമൻ തന്ന, ഇതു നബി മൊഴികളിൽ നിന്ന. പലിശ പോലാണേ ഈ കൈക്കൂലി തെറ്റാണേ, നീയൊരു സേവനം സുഹൃത്തിന് ചെയ്തതിനാലെ സമ്മാനം വാങ്ങലില്ല അഭിമാനം. ക്ലേശ സങ്കടവും ദുരിതമിലുള്ള ജീവിതവും മനുജനെ ഒത്തിണക്കാനുള്ള ദിവ്യ ഗുണങ്ങളാണെന്ന് അഹ്മദ് ഷൗഖി പറയുന്നു. ആടുമാടുകളിൽ കാടിത്തീറ്റ നൽകവയിൽ അവയുടെ ദാഹമൊക്കെ ശരിക്കു തീർത്ത് വിശപ്പടക്കണമേ, അതു നിർബന്ധമോർക്കണമേ. ഓർത്തു ചെന്നിട്ട് കാലിയെ മേയുവാൻ കെട്ട്, ധൃതിയാൽ കയറ് ചുറ്റിമറിഞ്ഞടിച്ചു നിലത്ത് വീഴരുതേ, അതിനെ ശപിച്ചു പോകരുതേ. പശു ചുരത്തുമ്പോൾ പാല് കറന്നെടുക്കുമ്പോൾ നമ്മുടെ കൂർത്ത നഖമാവീർത്ത മുലയിൽ കോർത്തു പോകരുതേ, അതിനെ അസഹ്യമാക്കരുതേ. കോഴി കയറുന്നേ കൂടും നാമടയ്ക്കുന്നേ, എന്നാൽ രാവിലെ കോഴിക്ക് കൂട് തുറന്നു നൽകണമേ, ഇല്ലേൽ തീറ്റ നൽകണമേ. പൂച്ച കാരണമിൽ വീണൊരു പെണ്ണ് തീനാരി, അതിനെ കെട്ടിയിട്ടവൾ പട്ടിണിക്കിട്ടന്ന് കൊല്ലുന്നേ, നരകം റബ്ബ് നൽകുന്നേ. നേർച്ചയുണ്ടെങ്കിൽ അവരു മരിച്ചു പോയെങ്കിൽ പിന്നെ അനന്തരം എടുക്കുന്നതാരോ, അവരു വീട്ടെന്ന കടമിടപാട് പോലെന്ന.
ചീത്ത പറയല്ലേ, മക്കളെ നീ ശപിക്കല്ലേ. നബിയുടെ മുന്നിൽ ഇതുപോലുള്ള കേസ് ഒരുപാട് വന്നില്ലേ, നബി വിഷമിച്ചതോർക്കില്ലേ. ഉമ്മ ബാപ്പക്ക് നീ മുടങ്ങാതെ പ്രാർത്ഥിക്ക്, പേരിട്ടവരെ നീ വിളിക്കുന്നതും മര്യാദ കെട്ടതുമാ, നബി താക്കീത് ചെയ്തതുമാ. രോഗമുണ്ടായാൽ അതു സങ്കീർണ ലെവലായാൽ സഹനത കൈവിടാതിരയോന്റെ തക്ദീരിൽ ക്ഷമിച്ചെങ്കിൽ ദോഷം മായ്ക്കുമേ നമ്മിൽ. പേര് കിട്ടാനായി അമലൊരു വ്യക്തി ചെയ്യുകയായി, തന്റെ ഉദ്ദേശ ലക്ഷ്യമിലുള്ള കപടത റബ്ബ് കാണുന്നേ, നിന്ദനുമായി മാറുന്നേ. അസ്സലാത്തു അലാ ഖൈരിൽ ഖൽഖി യാ മൗലാ, വൽ ഔലാദി വൽ അസ്ഹാബി സുമ്മ താബിഈന വിലാ, വൽ അസ്വാജി വൽ അഹ്ലാ. الصلاة على خير الخلق يا مولا، والأولاد والأصحاب ثم تابعين بلا، والأزواج والأهلا.